ബംഗാളിൽ ബി.ജെ.പിക്കെതിരെ വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാൻ നീക്കം തുടങ്ങി തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി. ഇടതുപക്ഷത്തോടും വിദ്യാർത്ഥി സംഘടനകളോടും മമത പിന്തുണ തേടി. ബംഗാളിൽ അധികാരമേറ്റ ബി.ജെ.പി സർക്കാരിന്റെ മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും ഉടനെയുണ്ടാകും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ആദ്യഘട്ടത്തിൽ തന്നെ തോൽവി അംഗീകരിക്കാനൊന്നും മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. ആദ്യ ശത്രു ബി.ജെ.പി ആയിരിക്കും എന്നൊരു തീരുമാനത്തിലേക്കും മമത എത്തിയിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും മമതാ ബാനർജി ഇനി എന്ത് ചെയ്യും എന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. മമതാ ബാനർജിക്ക് മുന്നിൽ ഒരുപാട് വഴികളൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുക എന്നതാണ്. ദേശീയ തലത്തിൽ നേരത്തെ തന്നെ ഇന്ത്യ സഖ്യമുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തന്നെ മമതാ ബാനർജി തുടങ്ങിയതാണ്. ദേശീയ നേതാക്കളുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി സംസാരിച്ചു. അഖിലേഷ് യാദവ് നേരിട്ട് കൊൽക്കത്തയിലേക്ക് എത്തി പിന്തുണ പ്രഖ്യാപിച്ചു. ആ തരത്തിൽ ഇന്ത്യ ബ്ലോക്കിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതേസമയം ഇന്നലെ അവരുടെ വസതിയിൽ നടന്ന ചെറിയ ചടങ്ങിൽ വെച്ചാണ് അവർ ഈ തരത്തിൽ ഒരു വിശാല പ്രതിപക്ഷ സഖ്യം ആവശ്യമുണ്ട്, ബംഗാളിൽ അത് അത്യാവശ്യമാണ് എന്ന പ്രസ്താവന നടത്തിയത്. ആർക്കു വേണ്ടും ഈ വിശാല സഖ്യത്തിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി തന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നവർ പറയുന്നു. ഇടതുപക്ഷവും ഒപ്പം തീവ്ര ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം, തന്നോടൊപ്പം അണിചേരണം എന്ന ഒരു അഭ്യർത്ഥന മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്നു. ഒപ്പം വിവിധ NGO-കൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ തന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകണം എന്ന റിക്വസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള ഒരു അഭ്യർത്ഥനയാണ് മമതാ ബാനർജി മുന്നോട്ടേക്ക് വെക്കുന്നത്. ബി.ജെ.പി ആണ് പൊതുശത്രു എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം എന്നതാണ് മമത മുന്നോട്ട് വെക്കുന്ന കാര്യം. അങ്ങനെ സംസ്ഥാനത്തിനകത്തും ദില്ലിയിലും വലിയ പോരാട്ടം ബി.ജെ.പിക്കെതിരെ നടത്താൻ കൂടുതൽ പാർട്ടികളുടെ സംഘടനകളുടെ ഒക്കെ പിന്തുണ ഇപ്പോൾ തേടുകയാണ് മമതാ ബാനർജി. അതിൽ സംസ്ഥാനത്ത് ഇനി വിശാലമായ ഒരു പ്രതിപക്ഷ സഖ്യം വേണം എന്ന് മമത പറയുന്നു. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കുന്നത് മമതയാണ്. കോൺഗ്രസിനെ പുലർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ശക്തി സംസ്ഥാനത്ത് ക്ഷയിപ്പിക്കുന്നതിൽ നിർണായകമായത് മമതയാണ്. ആ പഴയ പരിഭവമൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്നതാണ് മമതയുടെ ഇപ്പോഴത്തെ നിലപാട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇത്രകാലവും വളരെ ശത്രുതയോടുകൂടി അല്ലെങ്കിൽ ഏറ്റുമുട്ടിക്കൊണ്ട് നിന്ന് ഇടത് പാർട്ടികളോടാണ് അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘങ്ങളോടൊക്കെയാണ് മമത ഒപ്പം ചേരാൻ അഭ്യർത്ഥിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു ഐക്യം ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടയിലെ പാർട്ടികൾ പ്രതിപക്ഷത്തിനിടയിൽ ബംഗാളിൽ രൂപപ്പെടുക ബി.ജെ.പിക്കെതിരെ എന്നത് കണ്ടു തന്നെ അറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.